ആപ്പിളിൻ്റെ ഐഫോൺ 7 പ്ലസ് അവരുടെ ആദ്യത്തെ ഡ്യുവൽ ക്യാമറ സിസ്റ്റം ഉള്ളൊരു ഫോണായിരുന്നു. അത് ഈ ഫോണിനകത്തായിരുന്നു ആപ്പിൾ ആദ്യമായിട്ട് ഹെഡ്ഫോൺ ജാക്ക് മാറ്റിയതും. അത് ഈ ഫോൺ ഇപ്പോൾ നോക്കാൻ നേരത്ത് ഏതാണ്ട് ഒരു 5 വർഷം ആവാറായിട്ടുണ്ട് ലോഞ്ച് ആയതിനു ശേഷം. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഈ 2021 ഒരു ഐഫോൺ 7 പ്ലസ് വാങ്ങിക്കാൻ നിൽക്കുവാണെങ്കിൽ അതിൻ്റെ പോരായ്മകളും അതുപോലെ തന്നെ അതിൻ്റെ ബെസ്റ്റ് ഫീച്ചേഴ്സൊക്കെ അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അത് ഈ ഫോൺ ഇപ്പം ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പം എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്, പിന്നെ രണ്ടാമത്തത് ഇതിൻ്റെ ഡിസ്പ്ലേ, പിന്നെ മൂന്നാമത്തത് ഇതിൻ്റെ ക്യാമറ സിസ്റ്റം. അത് പ്രൈസിങ് വെച്ച് പറയുവാണ്. പിന്നെ നാലാമത്തത് പെർഫോമൻസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യത്തിനകത്ത് ഇപ്പോഴും ഐഫോൺ 7 പ്ലസ് തരക്കേടില്ലാത്തൊരു ഫോൺ തന്നെയാണ്, അല്ലെങ്കിൽ നല്ലൊരു ഫോൺ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് പുതിയ ഐഫോൺ 7 പ്ലസ് വാങ്ങിക്കാൻ പറ്റത്തില്ല, സെക്കൻഡ് ഹാൻഡ് ഐഫോൺ 7 പ്ലസ് വാങ്ങിക്കാൻ പറ്റൂ. അത് ഈ സെക്കൻഡ് ഹാൻഡ് ഐഫോൺ 7 പ്ലസിൻ്റെ പ്രൈസിങ് വരുന്നതെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 20,000 റേഞ്ചിലൊക്കെ ആയിരിക്കും. അത് നമുക്ക് ആ ഒരു പ്രൈസിന് തന്നെ ഒരു 128 GB സ്റ്റോറേജ് ഉള്ളൊരു വേരിയൻറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നിൽക്കാൻ നേരത്ത് ഈ ഒരു പ്രൈസിങ് വെച്ച് നോക്കാൻ നേരത്താണ് ഞാൻ പറഞ്ഞത് എനിക്കിതിൻ്റെ ബെസ്റ്റ് ഫീച്ചേഴ്സ് ആയിട്ട് ഇപ്പോഴും തോന്നുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ മുമ്പേ പറഞ്ഞ 4 കാര്യങ്ങളാണ്. അതിനകത്ത് തന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിനകത്ത് മെറ്റൽ ഫ്രെയിമാണ് വരുന്നത്, അലുമിനിയം ഫ്രെയിമാണ് വരുന്നത്. അതും ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഫോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ജെറ്റ് ബ്ലാക്ക് കളറാണ്. അപ്പോൾ ജെറ്റ് ബ്ലാക്ക് കളറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗ്ലാസ് കണക്കിരിക്കും, അത് മാത്രമേ നല്ല അട്രാക്റ്റീവ് കളറാണ്. പക്ഷേ ഇതിന് കുറച്ച് പോരായ്മകളുണ്ട്. അതെന്ന് പറയുന്നത് എളുപ്പത്തിൽ സ്ക്രാച്ച് ആവും, അത് കൂടാതെ ഈ കോട്ടിങ് പെട്ടെന്ന് ഇളകി പോവുകയും ചെയ്യും. അപ്പോൾ അന്നേരം നമുക്ക് ആ മെറ്റൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ഇതിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് മാറുന്നുണ്ട്, അതായത് നമുക്കൊരു മോശമായ ലുക്കിലേക്ക് മാറുന്നുണ്ട്. അത് മാത്രമല്ല ഞാനിവിടെ ഈ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് നല്ല റഫ് യൂസ് ചെയ്ത യൂണിറ്റാണ്. അതുകൂടെ കാണാൻ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ബാക്കിനകത്ത് ഇവിടെ ഒരു ഡെൻറ്റ് വന്നിട്ടുണ്ട്, അതായത് ഞണുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് നല്ല രീതിയിൽ റഫ് യൂസ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യം കൊണ്ടാണ് ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഇതിൻ്റെ കോട്ടിങ് പോയതും ഇത്രയും മോശമായ രീതിയിലേക്ക് ഇത് മാറിയതും. പക്ഷേ എന്നാലും ഇതിൻ്റെ കളർ മൊത്തത്തിൽ പറയാൻ നേരത്ത് നല്ല അട്രാക്റ്റീവ് ഒരു കളറാണ്. നമുക്ക് നല്ല ക്ലീനായിട്ട് വെക്കാൻ പറ്റത്തില്ലെങ്കിലും ഇത് കാണാൻ നേരത്ത് തന്നെ വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ ഇവിടുത്തെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്കിവിടെ മെറ്റൽ കേസിംഗ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഞാൻ പറഞ്ഞു ഈ ഫോൺ തറയിൽ വീണിട്ട് പോലും ഇങ്ങനൊരു ഞണുക്ക് വന്നതല്ല, അതിൻ്റെ പൊട്ടയോ അല്ലെങ്കിൽ നമുക്ക് ബാക്ക് ഗ്ലാസ് ആയിരുന്നെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോയാൽ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ബട്ടൺസും അതുപോലെ തന്നെ പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ ഒറ്റ പോർട്ട് മാത്രമേ ഉള്ളൂ. ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്ത ഫോൺ ആയതുകൊണ്ട് നമുക്ക് ലൈറ്റ്നിങ് പോർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പോർട്ടിന് ഇതുവരെ കംപ്ലയിൻ്റ് ഇല്ല. അങ്ങനെ തന്നെ ക്യാമറ ലെൻസ് നോക്കാൻ നേരത്ത് അത് നമുക്ക് ഫോണിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ക്യാമറ ലെൻസ് നമ്മളിപ്പോൾ ഒരു ടേബിൾ വെക്കാൻ നേരത്ത് കോൺടാക്റ്റ് ഒക്കെ വരുന്ന പോർഷനാണ്. എന്നിട്ട് പോലും ആ ലെൻസിനകത്തും സ്ക്രാച്ച് ഒന്നും അധികം വീണിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഫോണിനകത്ത് IP റേറ്റിംഗ് കിട്ടുന്നുണ്ട്, IP67 റേറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കെൻ്റെ ബിൽഡ് ക്വാളിറ്റി ഇപ്പോഴും ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു പ്രശ്നങ്ങളും ഇല്ല. അങ്ങനെ ഇത്രയും കാലം കഴിഞ്ഞിട്ട് പോലും ഈ ഫോൺ വളയുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഗ്യാപ്പ് വരും അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇവിടെ കാണാനും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോഴും സ്ട്രോങ് പോയിന്റ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ ഐഫോൺ 7 പ്ലസ് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചാൽ പോലും അത്യാവശ്യം നല്ലൊരു യൂണിറ്റ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. കാരണം അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിൽ ഒരുപാട് റഫ്യൂസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നല്ലോണം നിൽക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. അപ്പോൾ അങ്ങനെ കേൾക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഒരു സംശയം വരും. കാരണം ഒരു ഡിസ്പ്ലേ ഇവിടെ ഫ്രണ്ടിൽ കാണാൻ നേരത്ത് ഇപ്പോൾ ഈ 2021 വെച്ച് പറയുവാണെങ്കിൽ ഇവിടെ ഒരുപാട് വലിയ ബെസൽസ് ആണ്. അതായത് നമുക്കിവിടെ മുകളിലും താഴെയും ഭയങ്കര വലിയ ബെസൽസ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ വരാൻ നേരം നമുക്ക് ആ ഡിസ്പ്ലേ എന്ന് പറയുന്നത് വലിയൊരു ഹൈപ്പായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാനിവിടെ പറയുന്നത് ഈ ഡിസ്പ്ലേയുടെ ബെസൽ വെച്ചൊന്നുമല്ല, അതിന് പകരം ഡിസ്പ്ലേയുടെ ക്വാളിറ്റി വെച്ചാണ്. പെർഫെക്റ്റ് ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഐഫോൺ 7 പ്ലസ് വന്നേക്കുന്നത്. അത് AMOLED പാനലൊന്നുമല്ല, അതിന് പകരം IPS LCD പാനലാണ്. പക്ഷേ എന്നാൽ പോലും എനിക്ക് ഈ പാനലിൻ്റെ ക്വാളിറ്റി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എടുത്താൽ പോലും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി തന്നെ നിൽക്കുവാണ്. ഇതൊരു 5.5 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. അത് ഇവിടുത്തെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1080p ആണ് വരുന്നത്. ഇതൊരു ഫുൾ HD പാനൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പിക്സൽ ഡെൻസിറ്റി 401 pp ആണ്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് ഈ ഡിസ്പ്ലേയുടെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് വൈറ്റ് കളർ ഗാമറ്റൊക്കെ സപ്പോർട്ടുണ്ട്. അതും ഇവിടുത്തെ വ്യൂയിങ് ആംഗിൾസ് എടുക്കാൻ നേരത്ത് ഇപ്പം നോക്കിയാൽ നല്ല വ്യൂയിങ് ആംഗിൾസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് ലെവലും നല്ലോണം തന്നെ കൂടുന്നുണ്ട്. നമ്മൾ പുറത്തൊക്കെ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ വായിക്കുന്ന സമയത്ത് അങ്ങനെ അധികം ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ കാരണങ്ങളോട് വെച്ച് പറയാൻ നേരത്ത് ഇപ്പോൾ 20,000 പ്രൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഏത് ഫോൺ എടുത്തിട്ട് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയായിട്ട് കമ്പയർ ചെയ്താലും എനിക്ക് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ നമുക്ക് 60 Hz റിഫ്രഷ് റേറ്റേ ഉള്ളൂ, അതല്ലാതെ നമുക്ക് 120 Hz ഒന്നും ഇല്ല. പക്ഷേ എന്നാൽ പോലും ഞാൻ പറഞ്ഞില്ലേ ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ഇത്രയും മികച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു 20,000 പ്രൈസ് റേഞ്ചിനകത്ത് എനിക്ക് ഈ ഡിസ്പ്ലേ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ കമ്പാരിസന് വേണ്ടി ഇതിന് നമുക്ക് iPhone XR ആയിട്ട് കമ്പയർ ചെയ്താലും iPhone XRൻ്റെ ഡിസ്പ്ലേ കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ iPhone 7 പ്ലസിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇപ്പോഴും ഇതിൻ്റെ സ്ട്രോങ് പോയിന്റ് ആണ്. അത് ഞാൻ പറയുന്നുണ്ട്, ഇവിടുത്തെ ബെസൽസ് വെച്ചല്ല പറയുന്നത്, അതിന് പകരം ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തുള്ള ഇത്രയും വലിപ്പമുള്ള ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടന്റ് കാണുമ്പോൾ നല്ലൊരു എൻജോയ്മെൻറ്റ് കിട്ടുന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഡിസ്പ്ലേ ഇപ്പോഴും ഇഷ്ടപ്പെട്ടേക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം ഇവിടുത്തെ ക്യാമറ. ഇവിടുത്തെ ക്യാമറയിലേക്ക് പോകാൻ നേരത്തെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഈ ഫോണിനകത്താണ് ആദ്യമായിട്ട് നമുക്ക് 2 ക്യാമറ സിസ്റ്റം വന്നേക്കുന്നത് ബാക്കിൽ. ഇപ്പോൾ ഡ്യുവൽ ക്യാമറ വന്ന ആദ്യത്തെ ഐഫോൺ ആയിരുന്നു ഐഫോൺ 7 പ്ലസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ബാക്കിൽ നോക്കാൻ നേരത്ത് ഈ 2 ക്യാമറയും 12 മെഗാ പിക്സൽ ക്യാമറയാണ്. അതിനകത്ത് ഒരു ക്യാമറ എന്ന് പറയുന്നത് f1.8 ആപ്പച്ചർ ഉള്ള ക്യാമറയാണ്, അത് വൈഡ് ആംഗിൾ ക്യാമറയാണ്. പിന്നെ അടുത്ത ക്യാമറ എന്ന് പറയുന്നത് സെക്കൻഡറി ക്യാമറ, അതെന്ന് പറയുന്നത് ഒരു ടെലിഫോട്ടോ ക്യാമറയാണ്. അതൊരു 12 മെഗാ പിക്സൽ ക്യാമറയാണ്, അതിൻ്റെ ആപ്പച്ചർ f2.8 ആണ്. അപ്പോൾ നമ്മുടെ ടെലിഫോട്ടോ ക്യാമറ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല. അതുകൊണ്ട് നമ്മളെ മെയിൻ ക്യാമറ വെച്ചെടുക്കുന്ന ഫോട്ടോസ് ഇപ്പം നോക്കിയാലും
തിരക്കേടില്ലാത്ത ക്വാളിറ്റി തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ നല്ല ലൈറ്റിംഗാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ക്വാളിറ്റിക്കകത്തൊന്നും പ്രശ്നങ്ങളൊന്നും പറയില്ല. അതായത് നമുക്ക് പെർഫെക്റ്റ് ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്, ഷാർപ്നെസ് ഉണ്ട്, അതിനൊക്കെ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഡൈനാമിക് റേഞ്ചും തിരക്കേടില്ല തന്നെ കിട്ടുന്നുമുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ നൈറ്റ് മോഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഇരുട്ടുള്ളൊരു സമയത്ത് ഫോട്ടോ എടുക്കുവാണെങ്കിൽ അന്നേരം നമുക്ക് ആ ക്വാളിറ്റി മോശമെന്ന് കാണാൻ പറ്റും. കാരണം ഗ്രെയിൻസ് ഒരുപാട് കൂടും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിനകത്ത് നമുക്ക് ഈ ക്യാമറ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ അല്ലാതെ നമുക്ക് അത്യാവശ്യം ലൈറ്റുള്ള സമയത്താണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നതെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ ഫോട്ടോസ് നമുക്ക് കിട്ടും. പക്ഷേ എന്നാൽ നമ്മൾ കോമ്പറ്റീഷനായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഭയങ്കര പ്രത്യേകതയൊന്നുമില്ല ഈ ഫോണിൻ്റെ ക്യാമറ സിസ്റ്റം ഫോട്ടോ എടുക്കാനായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മെയിൻ ക്യാമറയ്ക്കകത്ത് തന്നെ അങ്ങനെ ഭയങ്കര ഹൈപ്പൊന്നും പറയുന്നില്ല. അത് മാത്രമല്ല ഇവിടുത്തെ സെക്കൻഡറി ക്യാമറ, രണ്ടാമത്തെ ക്യാമറ ടെലിഫോട്ടോ ക്യാമറ എടുക്കുവാണെങ്കിൽ അതിന് 2x ഒപ്റ്റിക്കൽ സൂം ഉണ്ട്. പക്ഷേ എന്നാലും അതിനകത്ത് നല്ല ലൈറ്റുള്ള സിറ്റുവേഷനിൽ എടുത്താൽ മാത്രമേ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസ് എടുക്കാൻ പറ്റൂ. ലൈറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാമറയോട് ഒരു ഗുണമില്ല. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ഈ ഒരു പ്രൈസ് പോയിന്റ് 20,000 എടുത്ത് പറയുവാണെങ്കിൽ പോലും ഫോട്ടോ എടുക്കുന്ന കാര്യത്തിനത് iPhone 7 Plus എന്ന് പറയുന്നത് ഏറ്റവും മികച്ചൊന്നും നിൽക്കുമല്ല. എന്നാലും നമുക്ക് അതിൻ്റെ കോമ്പറ്റീഷൻ ഫോൺസുമായിട്ട് പിടിച്ച് നിൽക്കുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. പക്ഷേ ഇവിടുത്തെ മികവെന്ന് പറയുന്നത് വീഡിയോ എടുക്കുന്നതിനകത്താണ്. അത് എപ്പോഴും ഐഫോണിനകത്ത് അങ്ങനെ തന്നെയാണ്, അത് ഇവിടെയും അങ്ങനെ തന്നെ വന്നേക്കുവാണ്. അപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ട് പോലും ഈ iPhone 7 Plus വെച്ചെടുക്കുന്ന വീഡിയോസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ക്വാളിറ്റിയുള്ള വീഡിയോസാണ്. അതെനിക്ക് എടുത്ത് പറയാൻ പറ്റും. ഈ 20,000 പ്രൈസ് റേഞ്ചോ അല്ലെങ്കിൽ 25,000 പ്രൈസ് റേഞ്ചൊക്കെ നോക്കിയാൽ പോലും ആ പ്രൈസ് റേഞ്ച് വരുന്ന ഫോൺസിനെക്കാട്ടി നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസാണ് എടുക്കുന്നത്. നല്ല സ്റ്റേബിളാണ്, അത് മാത്രമല്ല കളേഴ്സ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. പിന്നെ ഫോക്കസിൻ്റെ കാര്യത്തിനകത്ത് നമുക്ക് അധികം ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന വീഡിയോയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 4K 30 FPS ആണ്. പക്ഷേ ഞാൻ എപ്പോഴും എടുക്കുന്നത് 1080p 60 FPS-ലാണ്. അത് എനിക്ക് തോന്നുന്നു അതാണ് നല്ല സെറ്റിംഗ്. അപ്പോൾ അങ്ങനെ എടുക്കാൻ നേരത്താണ് ഇത്ര നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് കിട്ടുന്നത്. പിന്നെ അടുത്ത് ഫ്രണ്ട് ക്യാമറ നോക്കാൻ നേരത്ത് അതൊരു 7 MP ക്യാമറയാണ്. അതിൻ്റെ ആപ്പർച്ചർ f2.2 ആണ്. അതുകൊണ്ട് ഈ ഫ്രണ്ട് ക്യാമറ വെച്ചെടുക്കുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത് തിരക്കേടില്ലാത്ത ഫോട്ടോസിനെ പറയാൻ പറ്റും. നമുക്ക് നല്ല ലൈറ്റിംഗ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ലൈറ്റിംഗ് കുറഞ്ഞ സിറ്റുവേഷൻ ആയാൽ പോലും അങ്ങനെ ഭയങ്കര ഷാർപ്നെസ് കൂടിയ ഫോട്ടോസ് അല്ല, ചെറുതായിട്ടൊരു സോഫ്റ്റ് ആയ ഒരു എഫക്റ്റ് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരുപാട് സ്മൂത്തനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ സെൽഫീസ് കുഴപ്പമില്ല, ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാലും നമുക്ക് അങ്ങനെ മികച്ച് നിൽക്കുന്ന സെൽഫീസ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെയും നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങിനകത്ത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് കിട്ടുന്നത്. അതായത് ഇവിടുത്തെ വീഡിയോയുടെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1080p 30 FPS ആണ്. നമ്മൾ അതും ആ ഒരു സെറ്റിംഗിലിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്റ്റേബിളായ ഫോക്കസിങ് ഇഷ്യൂസ് ഇല്ലാത്ത, അതായത് തന്നെ കളേഴ്സ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന വീഡിയോസാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു കോമ്പറ്റീഷനകത്ത് ഏറ്റവും സ്ട്രോങ് പോയിന്റ് ഈ ഫോണിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് തന്നെയാണ്. പിന്നെ ഫോട്ടോയുടെ കാര്യത്തിനകത്ത് തിരക്കേടില്ലാതെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ക്യാമറ സിസ്റ്റം ഇപ്പോഴും ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത്, അതായത് ഈ ഒരു സെക്കൻഡ് ഹാൻഡ് പ്രൈസ് പോയിന്റിനകത്ത് എനിക്ക് ഈ ഫോണത് ഇഷ്ടപ്പെട്ടേക്കുന്നത്. പിന്നെ അടുത്ത കാര്യം പെർഫോമൻസ്. അതെന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ് എന്നാണ് എടുത്ത് പറയാം. കാരണം ഒരു 5 വർഷം പഴകിയ ഒരു ഫോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു 5 വർഷം ആവാറായ ഒരു ഫോൺ എന്ന് പറയുന്നത് ഒരിക്കലും നല്ല പെർഫോമൻസ് തരുന്ന ഫോണായിട്ട് വരത്തില്ല ഒരു ആൻഡ്രോയിഡ് ഫോൺ എടുത്ത് നോക്കുവാണെങ്കിൽ. പക്ഷേ ഇവിടെ iPhone 7 Plus-നകത്ത് അതൊരു വലിയ സ്ട്രോങ് പോയിന്റാണ്. ഇവിടെ വന്നിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ 810 ഫ്യൂഷൻ ചിപ്പാണ്. ഇതൊരു 16 നാനോമീറ്റർ പ്രൊസസ്സറാണ്. അതായത് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഒരുപാട് പഴയ പ്രൊസസ്സറാണ്. എന്നിട്ട് പോലും ഇപ്പോഴും നല്ലോണം പെർഫോം ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഒപ്റ്റിമൈസേഷൻ ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ ആപ്പിൾ അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ റാം നോക്കിയാൽ തന്നെ 3GB റാം മാത്രമേ ഉള്ളൂ. പിന്നെ സ്റ്റോറേജ് ഓപ്ഷൻ പലതാണ് വന്നുകൊണ്ടിരുന്നത്. അതിലൂടെ ഞാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് 128GB സ്റ്റോറേജ് ആണുള്ളത്. പക്ഷേ നമുക്ക് ബേസ് വേരിയൻറ്റ് 32GB ആണ് വരുന്നത്. പക്ഷേ 32GB ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് ഇവിടെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരാൻ നേരത്ത് ഞാൻ പറഞ്ഞില്ല, ഇപ്പം നോക്കിയാലും ഈ ഫോണിൻ്റെ പെർഫോമൻസിനകത്ത് ഒരു ഇഷ്യൂസും പറയാനില്ല. അതായത് നമ്മളിപ്പോൾ സാധാരണ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ലാഗൊന്നും അങ്ങനെ അനുഭവപ്പെടുന്നില്ലായിരുന്നു. ചില സമയത്ത് മാത്രമേ ഉള്ളൂ ഫ്രെയിം ഡ്രോപ്സോ അല്ലെങ്കിൽ ചെറുതായിട്ട് സ്ലോ എന്ന കാര്യം കാണാൻ പറ്റൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ നെറ്റ് ബ്രൗസിങ്ങോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്ത് നമുക്ക് ഒരു കുഴപ്പങ്ങളും വരത്തില്ല. അത് മാത്രമല്ല ഇപ്പോൾ ഗെയിംസ് കളിക്കാൻ നേരത്ത് പോലും ഒരുപാട് ഗ്രാഫിക് ഇൻറ്റൻസായ ഗെയിംസ് കളിച്ചാൽ പോലും നമുക്ക് അങ്ങനെ ഇഷ്യൂസ് കാണുന്നില്ലായിരുന്നു. ഫോൺ നല്ലോണം ചൂടാവുന്നുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സമയത്ത്. അത് ചിലപ്പോൾ ഈ ഫോൺ ഒരുപാട് പഴയൊരു ഫോൺ ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ അങ്ങനത്തെ ഒരു കാര്യത്തിനകത്ത് നമുക്ക് ഇപ്പോൾ ഗെയിം പ്ലേനെ എഫക്ട് ചെയ്യുന്ന രീതിയിലൊന്നുമല്ല വന്നേക്കുന്നത്. അതായത് നമുക്ക് ഫ്രെയിം ഡ്രോപ്സ് ഒന്നും അങ്ങനെ കൂടുതലൊന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം നോക്കിയാൽ പോലും ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത് നല്ലോണം പെർഫോം ചെയ്യുന്ന ഒരു ഫോണാണ് ഈ iPhone 7 Plus. അതുകൊണ്ട് എടുത്തു പറയേണ്ട വേറെ കാര്യം കൂടെ. ഇപ്പോൾ ഈ ഒരു 5 വർഷം ആവാറായ സമയത്തായിട്ട് പോലും ഇതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് iOS ആണ് വന്നേക്കുന്നത്. അതായത് iOS 14 സപ്പോർട്ടിനകത്തുണ്ട്. അത് മാത്രമല്ല നമുക്ക് iOS 15 കിട്ടാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് ഈ ഫോണിന്. അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്ത് ഒരു വർഷം കൂടെ എന്തായാലും ഒരു മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിലും പറയാൻ നേരത്ത് ഈ iPhone 7 Plus-ന് ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ പെർഫോമൻസിനകത്ത് എനിക്കൊരു ഇഷ്യൂസും പറയാനില്ല. പിന്നെ റാം മാനേജ്മെൻറ്റിനകത്ത് പോലും 3GB റാമേ ഉള്ളെങ്കിലും ഒരു 6 ആപ്പൊക്കെ മെമ്മറിയിൽ ഓപ്പണായി കിടക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ഹെവി ആപ്പാണെങ്കിൽ പോലും ഒരു 6 ആപ്പ് മെമ്മറിയിൽ ഓപ്പണായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം റാം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിനകത്തും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഈ iPhone 7 Plus-നകത്ത് ഇപ്പോഴും ഈ 2021-നകത്ത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. ഇനി ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യത്തിനകത്ത് ഒന്നുകൂടെ പറയാനുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഇവിടുത്തെ അൺലോക്കിംഗ് മെത്തേഡാണ്. ഇവിടെ വന്നേക്കുന്ന അൺലോക്കിംഗ് മെത്തേഡ് ഫിംഗർ പ്രിൻറ്റ് അൺലോക്കാണ്. അത് ആപ്പിളിൻ്റെ ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ അത് ഇവിടെ അങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. അത് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഒരു എററും ഇല്ലാതെ തന്നെ അൺലോക്ക് ആവുന്ന രീതിയിലാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അൺലോക്കിങ്ങിൻ്റെ കാര്യത്തിനകത്ത് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അത് ഇവിടുത്തെ ഈ ഹോം ബട്ടൺ എന്ന് പറയുന്നതിനകത്താണ് ഈ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. അത് ഇവിടുത്തെ ഹോം ബട്ടൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ അല്ല, അതിന് വരെ ഒരു ഗ്ലാസ് പോർഷൻ മാത്രമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇത് ഗ്ലാസ് പോർഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കാൻ നേരത്ത് ഇത് ചീത്തായി പോയി കാണും എന്നുള്ളൊരു പേടി വേണ്ട. കാരണം എന്ന് വെച്ചാൽ നമുക്കിത് ഒരു ബട്ടൺ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എത്ര കാലം ഉപയോഗിച്ചാൽ പോലും ഇത് ചീത്താവത്തില്ല. അതും ഇവിടെ നമുക്കൊരു ബട്ടൺ പ്രസ് ചെയ്യുന്ന ഫീൽ കിട്ടുന്നതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വൈബ്രേഷൻ സിസ്റ്റം കാരണമാണ്. ഇവിടെ ടാപ്റ്റിക് എഞ്ചിനാണ് വൈബ്രേഷൻ സിസ്റ്റമിന് വേണ്ടി ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ വൈബ്രേഷൻ എന്ന് പറയുന്നത് നല്ലോണം തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലും
ആണെങ്കിലും ഈ ഫോൺ എന്ന് പറയുന്നത് ഒരു മികച്ചിരിക്കുന്ന ഫോൺ തന്നെയാണ് ഇപ്പോഴും ഈ 2021. പക്ഷേ ഇത്രയും കാര്യത്തോടു കൂടി ഈ ഫോണിൻ്റെ ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് പോയിനകത്ത് ഏറ്റവും മികച്ച് നിൽക്കുന്ന കാര്യങ്ങൾ ഇവിടെ തീരുവാണ്. അതും അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വളരെ മോശമായൊരു കാര്യമാണ്. അതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം കൂടി. അതെന്ന് പറയുന്നത് ഇവിടുത്തെ ബാറ്ററിയും ചാർജിങ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ ബാറ്ററി കപ്പാസിറ്റി ഐഫോൺ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം കൂടുതലാണ്. അതും ഇവിടുത്തെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 2900 mAh ആണ്. അപ്പോൾ അങ്ങനെ വരാൻ നേരം നമുക്ക് നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടണം. പക്ഷേ അതൊരു പുതിയ ബാറ്ററി ആണെങ്കിൽ മാത്രമേ അങ്ങനെ വരൂ. അതും ഇപ്പോൾ നമ്മളൊരു iPhone 7 Plus വാങ്ങിക്കുവാണെങ്കിൽ അതെന്ന് പറയുന്നത് കുറച്ച് പഴകിയൊരു ഫോണായിരിക്കും. അപ്പോൾ അങ്ങനെ വരാൻ നേരത്തെ എൻ്റെ ബാറ്ററി ഹെൽത്ത് നല്ല മോശമാകാനാണ് സാധ്യത കൂടുതൽ. അത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് 78% ഉള്ളായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് വളരെ മോശമായിരുന്നു. അതും ഒരു 85% അല്ലെങ്കിൽ ഒരു 90% ഒക്കെ റേഞ്ച് വന്നാലും നമുക്കൊരു 4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ റേഞ്ചിലൊക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്കൊരു 85-ന് താഴെയൊക്കെ പോവുകയാണെങ്കിൽ വളരെ മോശമായ ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും കിട്ടുന്നത്. അതും എനിക്കിവിടെ ഈ 78% ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബാറ്ററി മാറ്റിയാൽ മാത്രമേ ഈ ഫോൺ പ്രോപ്പറായിട്ട് നല്ലോണം ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം എന്തായാലും ഈ iPhone 7 Plus കാണും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ നമുക്കിവിടെ 78% ആയെന്ന് കരുതി നമുക്കിവിടെ പീക്ക് പെർഫോമൻസിനകത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ എന്നാലും ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഈ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങിക്കാൻ നേരത്ത് നമുക്ക് നല്ല ബാറ്ററി ഹെൽത്തുള്ള ഒരു iPhone 7 Plus കിട്ടാൻ ഇനി പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചോണം. പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ ചാർജിങ്ങിൻ്റെ കാര്യം പറയാൻ നേരത്ത് ഇവിടെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടോ അല്ലെങ്കിൽ വയർലെസ് ചാർജിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അത് മാത്രമല്ല നമുക്ക് ഈ ഫോണിലൂടെ കിട്ടിക്കൊണ്ടിരുന്ന ചാർജർ 5 watt ചാർജറായിരുന്നു. അത് നമ്മൾ ആ ചാർജർ വെച്ചാണ് ഈ ഫോൺ ചാർജ് ചെയ്യുന്നതെങ്കിൽ ഏതാണ്ട് ഒരു 3 മണിക്കൂർ സമയം എടുക്കും ഇത് 0 to 100% ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ബാറ്ററിയുടെ ചാർജിങ് രീതിയും മോശം തന്നെയാണ്. അപ്പോൾ ഇതാണ് എനിക്കിവിടെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബ്ലൂടൂത്ത് വേർഷൻ നോക്കുകയാണെങ്കിൽ അത് 4.2 ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ റേഞ്ച് ഏറ്റവും ബെസ്റ്റ് അല്ലായിരുന്നു. പക്ഷേ വൈഫൈക്കകത്ത് അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. ഡ്യുവൽ ബാൻഡ് വൈഫൈ ആണ്. പിന്നെ ഇവിടെ നമുക്ക് എത്ര സിം ഉപയോഗിക്കാൻ പറ്റുന്ന സംശയം ഉണ്ടെങ്കിൽ ഒരൊറ്റ സിമ്മേ ഉപയോഗിക്കാൻ പറ്റും. അത് നാനോ സിമ്മാണ്. അത് നമുക്കിവിടെ കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ LTE അല്ലെങ്കിൽ 4G വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ 5G സപ്പോർട്ടൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമല്ല. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടുത്തെ വെയിറ്റും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഈ ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര കൂടുതലൊന്നും അല്ല. പക്ഷേ എന്നാലും ഒരുപാട് വലിയൊരു ഫോണാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫോണല്ല ഈ iPhone 7 Plus. പിന്നെ ഇവിടുത്തെ സ്പീക്കർ സിസ്റ്റം നമുക്കിവിടെ ഡ്യുവൽ സ്പീക്കേഴ്സാണ് കിട്ടുന്നത്. നമുക്ക് ഈ താഴെ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇയർപീസും സ്പീക്കറാണ്. പക്ഷേ എന്നാലും ഈ സ്പീക്കറിൽ വരുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടല്ല. കാരണം ലൗഡ്നെസ് കുറവായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഇയർപീസിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു സ്റ്റീരിയോ എഫക്റ്റ് ഒന്നും കിട്ടുന്നില്ല വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോഴൊക്കെ. പക്ഷേ എന്നാലും നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. പക്ഷേ ഇവിടെ ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു ഹെഡ്ഫോൺ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോണിലൂടെ വരുന്ന ലൈറ്റ്നിങ് ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു ഡോങ്കിൾ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3.5mm ജാക്ക് വരുന്ന ഒരു ഹെഡ്ഫോൺ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഇയർപീസ് നമ്മൾ കോളിന് ഉപയോഗിക്കുന്ന സമയത്ത് തിരക്കേടില്ലാത്ത ക്വാളിറ്റിയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് ഭയങ്കര ഹൈപ്പൊന്നും പറയാനും ഇല്ല. ഇതൊക്കെയാണ് iPhone 7 Plusൻ്റെ ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിപ്പോൾ ഇത് കണ്ടു കഴിയാൻ നേരത്ത് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് നല്ലൊരു ഫോൺ തന്നെയാണ്, നല്ല മികച്ചിരിക്കുന്നൊരു ഫോൺ തന്നെയാണ്. പക്ഷേ നമുക്കിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് iPhone 7 Plus വാങ്ങിക്കാൻ നേരത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. കാരണം ബാറ്ററിക്കകത്ത് ഇഷ്യൂസ് വരാം. കാരണം നമുക്ക് ഇത്രയും പഴയൊരു ഫോൺ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു 22,000 അല്ലെങ്കിൽ 25,000 കൊടുത്ത് എടുക്കാൻ നിങ്ങൾ നിൽക്കുവാണെങ്കിൽ അതിൻ്റെ ബാറ്ററി ഹെൽത്ത് ഒരു 85-നൊക്കെ താഴെയാണെങ്കിൽ എന്തായാലും എടുക്കേണ്ടതെന്ന് ഞാൻ പറയും. കാരണം നമുക്ക് അത്രയും താഴെ പോയൊരു ബാറ്ററി ഹെൽത്തുള്ളൊരു ഫോണാണെങ്കിൽ അതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് നല്ലൊരു ആൻഡ്രോയിഡ് ഫോൺ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഫോൺ വേണമെങ്കിൽ തന്നെ കുറച്ചും കൂടെ പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ iPhone SE സെക്കൻഡ് ജനറേഷൻ കിട്ടും. അതിനെക്കാട്ടി ഒരുപാട് മികച്ച ഫോണാണ്. അതിൻ്റെ ഡിസ്പ്ലേ ഇച്ചിരി ചെറുതാണ്, ബാറ്ററിയും നല്ല ബാക്കപ്പൊന്നും തരാത്തൊരു ബാറ്ററിയാണ്. പക്ഷേ എന്നാലും നമ്മളിവിടെ ഒരു സെക്കൻഡ് ഹാൻഡ് ഐഫോൺ എടുത്ത് അതിൻ്റെ ബാറ്ററി ഹെൽത്ത് മോശമാണെങ്കിൽ നമുക്ക് അങ്ങനെ നല്ല ബാറ്ററി ബാക്കപ്പ് ഒന്നും കിട്ടാൻ പോകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു കമ്പാരിസൺ വെക്കുകയാണെങ്കിൽ എന്തായാലും iPhone SE സെക്കൻഡ് ജനറേഷൻ അതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് തരും. അതും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഫോൺ തന്നെയാണ് iPhone SE സെക്കൻഡ് ജനറേഷൻ iPhone 7 Plus ആയിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രൈസിങ് ശ്രദ്ധിച്ചോണം, അതിനൊക്കെ തന്നെ ബാറ്ററി ഹെൽത്ത് ശ്രദ്ധിച്ചോണം. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വരുവാണെങ്കിൽ iPhone 7 Plus എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു ഡിവൈസ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു iPhone 7 Plus എടുക്കാൻ നേരത്ത് നല്ലോണം ശ്രദ്ധിച്ചോണം. അത് വീണ്ടും ഞാൻ എടുത്ത് പറയുന്നുണ്ട്, അങ്ങനെ നോക്കിയിട്ട് മാത്രമേ എടുക്കാവൂ. പ്രത്യേകിച്ചും ബാറ്ററി ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.